ഹയർ സെക്കൻഡറി 2ാം വർഷ മലയാള പാഠപുസ്തകത്തിലെ 4ാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പാഠത്തിന്റെ പേര് അവകാശങ്ങളുടെ പ്രശ്നം. ഇത് നമ്മുടെ മലയാളത്തിലെ ആധുനിക കഥാകാരന്മാരിൽ ഒരാളായ പി പത്മരാജൻ എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയാണ്. ഈ കഥയിൽ അസ്തിത്വ അന്വേഷണത്തിന്റെ നിരർത്ഥകതയെക്കുറിച്ചും അതുപോലെ അറിവ് നോവായിത്തീരുന്ന അനുഭവത്തെക്കുറിച്ചുമാണ് കഥാകാരൻ വായനക്കാരുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ദൃശ്യഭാഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കഥയാണിത്. ഒപ്പം ഫാന്റസിയുടെ സാധ്യതകളെ കഥാകാരൻ ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കഥയിലേക്ക് കടക്കാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു അത്. ഒരു ഉച്ചയ്ക്ക് ഒരാൾ വിയർത്തു കിതച്ച് അവിടേക്കു കയറി ചെന്നു. അയാൾ ആദ്യമായാണ് ആ ഭാഗത്ത് വരുന്നതെന്ന് അപരിചിതമായ ഒരു പകച്ചുനോട്ടം വിളിച്ചറിയിച്ചു. അപ്പം ഒട്ടും പരിചയമില്ലാത്ത ഒരിടത്തേക്ക് ഒരു ആൾ കയറി വരികയാണ്. ഛായാപടങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ആ അമ്പരപ്പ് പെട്ടെന്ന് മനസ്സിലായി. അവർ ഇത്തരം എത്ര പകച്ച മുഖങ്ങളെ കാണുന്നതാണ്. ഒരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ ധാരാളം ആളുകളാണ് പലപ്പോഴായിട്ട് കടയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവർക്ക് അത്തരക്കാരെ കണ്ട് നല്ല പരിചയമാണ്. അത് വിപണിയുടെ ഒരു യാന്ത്രികമായ ഒരു ഘടനയും അതുപോലെ തന്നെ കച്ചവടക്കാരുടെ ഒരു നിസ്സംഗ മനോഭാവം ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഒക്കെ പ്രതിനിധിയാണ് കച്ചവടക്കാര്. അവര് ഇത്തരം എത്ര പകച്ച മുഖങ്ങളെ കാണുന്നു എന്നാണ് കഥാകാരൻ സൂചിപ്പിക്കുന്നത്. എന്താ നിങ്ങളുടെ പേര്? കച്ചവടക്കാർ അയാളോട് വാത്സല്യപൂർവ്വം തിരക്കി. അപ്പോൾ ഒരാൾ കടയിലേക്ക് കയറി വരുമ്പോൾ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഒക്കെയാണ് അയാളെ സ്വാഗതം ചെയ്യുന്നത്. അയാൾ പേര് പറഞ്ഞു, ദിവാകരൻ. എന്താ ദിവാകരന് വേണ്ടത്? എനിക്ക് കുറെ ചിത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ദിവാകരൻ പറഞ്ഞു. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി പോകാൻ ഒരിടമില്ല. അവസാനം ഇന്നിപ്പോൾ മാത്രമാണ് അറിഞ്ഞത്, ഒരുപക്ഷെ നിങ്ങളുടെ തെരുവിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കുമെന്ന്. അപ്പൊ തന്റെ അച്ഛൻ്റെ അമ്മമാരുടെ ഛായാപടങ്ങൾ അന്വേഷിച്ചുള്ള നടപ്പിലാണ് ദിവാകരൻ. ഒരുപാട് സ്ഥലങ്ങൾ തിരഞ്ഞു. പക്ഷെ ഇപ്പോൾ അയാൾ കണ്ടെത്തിയിരിക്കുന്നു, ഈ പുതിയ സ്ഥലത്ത് വന്നാൽ തന്റെ അച്ഛനമ്മമാരുടെ ചിത്രങ്ങൾ കിട്ടുമെന്ന്. അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി വളരെ താല്പര്യത്തോടു കൂടിയാണ് അവിടെ എത്തിയത്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ വിവശനായി കഴിഞ്ഞിരുന്നു. അപ്പൊ അയാള് താണ്ടിയ ദൂരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട് അല്ലെ? അത്രത്തോളം അയാള് വിവശനായി കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ നെറ്റിത്തടത്തിൽ പുതിയ ഗോളങ്ങൾ ഉണ്ടായി. അത് വിയർപ്പ് കണങ്ങൾ. നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ്. ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായ ഒരു നിർവികാരതയോടെ അറിയിച്ചു. അപ്പം കച്ചവടം എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായ ഒരു കാര്യമായി മാറും അല്ലെ? കുറച്ച് തുടക്കത്തിലല്ല, പിന്നെ പോകെ പോകെ കച്ചവടം യാന്ത്രികമാകും. അപ്പം ധാരാളം ആൾക്കാർ, ഉപഭോക്താക്കൾ അവിടേക്ക് കടന്നു വരും. അവരോടൊക്കെ വാത്സല്യപൂർവ്വം ആദ്യം പെരുമാറും, പിന്നെ നിസ്സംഗതയോടെ മറുപടി പറയും. ഇതൊക്കെയാണ് പതിവ്. അപ്പൊ കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായ സ്വന്തമായ ഒരു നിർവികാരതയോടെ, പ്രത്യേകിച്ച് ഒരു വികാരവുമില്ലാതെ, കാരണം ഒരുപാട് തെരഞ്ഞിട്ടാണ് വരുന്നതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊക്കെ വളരെ നിർവികാരമായ ഒരു ഭാവമാണ് കച്ചവടക്കാരൻ പ്രദർശിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ദിവാകരന്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. സഹായിക്കുമോ? അയാൾ ചോദിച്ചു. ശരിക്കും? കച്ചവടക്കാർക്ക് ചിരി വന്നു. ഒരു കൂട്ടച്ചിരിക്കിടയിൽ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി. അപ്പൊ എന്തോ ഒരു ചതിയുടെ ലാഞ്ചന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? അവര് ആ കച്ചവടക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, കണ്ണുകളിൽ നോക്കിയിട്ട് ഒരു കൂട്ടച്ചിരിയാണ് അവരിൽ നിന്നുണ്ടായത്. കാരണം ദിവാകരന്റെ ചോദ്യം എന്താണ്? ശരിക്കും നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഞങ്ങൾ പാതി നിങ്ങൾ പാതി എന്നാണ് ഇവിടുത്തെ പ്രമാണം, അവരിൽ ഒരാൾ സൗമ്യമായി പറഞ്ഞു. നിങ്ങൾക്ക് ഈ തെരുവിലെ ഏത് ഛായാപടവും പരിശോധിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം തന്നാൽ തൽക്കാലം തൃപ്തിപ്പെടാമല്ലോ അല്ലേ? ഇരുഭാഗത്തുമുള്ള കടകളിൽ അസംഖ്യം, എണ്ണിയാൽ തീരാത്തത്ര ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. അവയുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി. അപ്പൊ ഇതെല്ലാം തിരയാനുള്ള അനുവാദമാണ് കച്ചവടക്കാരൻ ദിവാകരന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അസംഖ്യം ചിത്രങ്ങൾ അയാളെ ഒന്ന് ഭയപ്പെടുത്തി. ആദ്യത്തെ കടയിൽ അയാൾ വിപുലമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി. അനവധി മുഖങ്ങൾ, അനവധി കണ്ണുകൾ, അവയിൽ പലതും താൻ അറിയുന്നവയാണെന്ന് ദിവാകരന് തോന്നി. ഓരോ ചിത്രവും മുന്നിലെത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ഇതാ എൻ്റെ അച്ഛൻ, ഇതാ എൻ്റെ അമ്മ. പക്ഷേ അയാൾക്കൊരിക്കലും ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയതേയില്ല. ആദ്യത്തെ കടവിട്ടിറങ്ങുമ്പോൾ അയാൾ കച്ചവടക്കാരനോട് ചോദിച്ചു, ഒരു കടയിൽ കണ്ടത് വേറൊരു കടയിൽ കാണുകയില്ലല്ലോ അല്ലേ? അങ്ങനെ ഉറപ്പൊന്നുമില്ല, വികൃതമായ മന്ദഹാസത്തോടെ കടക്കാരൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ആ വാത്സല്യത്തിന്റെ ഭാവമൊക്കെ മാറി. ഇപ്പോൾ ഏതാണ്ട് ഒരു വികൃതമായ മന്ദഹാസമാണല്ലോ. ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടത് വേറൊരിടത്ത് കാണുകയില്ലല്ലോ എന്നാണ് ദിവാകരന്റെ ന്യായമായ ചോദ്യം. പക്ഷെ കടക്കാരൻ പറയുകയാണ്, അങ്ങനെ യാതൊരു ഉറപ്പുമില്ല അല്ലെ? ഉപഭോക്താവിന്റെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ അനിഷ്ടങ്ങൾക്ക് വില നൽകാതെ ഉൽപ്പന്നങ്ങളുടെ പ്രളയത്തിൽ ആ ഉപഭോക്താവിനെ മുക്കിക്കൊല്ലുന്ന ഒരു വിപണന തന്ത്രം, അത് ധ്വനിപ്പിക്കാൻ ഇവിടെ കഥാകാരന് സാധിച്ചിട്ടുണ്ട്. കിട്ടുന്ന പടങ്ങൾ മുഴുവൻ ഞങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നു. ഒരു പടം തന്നെ
ചിലപ്പോൾ എല്ലാ കടകളിലും കണ്ടെന്ന് വരും. ദിവാകരന് പരിഭ്രമം തോന്നിയോ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ട ചിത്രങ്ങളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി കാണേണ്ടി വരുമല്ലോ എന്ന ഭയം. രണ്ടാമത്തെ കടയിൽ നിന്ന് പരിശോധനയും കഴിഞ്ഞ് നിരാശനായി ഇറങ്ങുമ്പോൾ അവിടുത്തെ കച്ചവടക്കാരൻ അന്വേഷിച്ചു, ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ, ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ, വെറുതെ സമയം പാഴാണ്. ഇങ്ങനെയാണ് കച്ചവടക്കാരന്റെ ചോദ്യം. എന്താണ് ഇത്ര നിർബന്ധ ബുദ്ധി കാണിക്കുന്നത്? അച്ഛനമ്മമാരുടെ ചിത്രമാണ് വേണ്ടതെന്ന് പറഞ്ഞു, പക്ഷേ അത് ഇന്നത് തന്നെ വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഏതെങ്കിലും കുറച്ച് ചിത്രങ്ങൾ പോരെ? എന്താണ് അയാളുടെ സമയം പാഴാക്കുകയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരക്കുന്നത്, കണ്ടവന്റെ ഒന്നും പടം എനിക്ക് ആവശ്യമില്ല. ഇതായിരുന്നു ദിവാകരന്റെ മറുപടി. ലേശം ക്ഷോഭിച്ച ദിവാകരൻ മറുപടി പറഞ്ഞു. മൂന്നാമത്തെ കച്ചവടക്കാരൻ ചോദിച്ചു, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ്? എനിക്കറിയാം, ദിവാകരൻ പിറുപിറുത്തു. എങ്കിലും ആ ചോദ്യം അയാളെ ചെറുതായി ഒന്ന് കുഴക്കി. ആ ഒരു ചോദ്യം, അപ്പോഴാണ് അതിൻ്റെ ആ വ്യാപ്തി, ആ ചോദ്യത്തിന്റെ ആഴം അയാൾക്ക് മനസ്സിലായത്. അതായത് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും എന്ന് എന്താണ് ഉറപ്പ്? കാരണം അനേകം ചിത്രങ്ങൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഒരുപക്ഷെ പിന്നിട്ട അസംഖ്യം ഛായാപടങ്ങളിലൊന്ന് അച്ഛൻ്റേതായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അതാണ് ദിവാകരനെ പെട്ടെന്നൊന്ന് പരിഭ്രമിപ്പിച്ചത്. അസംഖ്യം ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞു, പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ അതിലൊന്ന് തൻ്റെ അച്ഛനമ്മമാരുടേതല്ല എന്നെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? 10,000-കണക്കിന് ചിത്രങ്ങൾ ഒറ്റ മധ്യാഹ്നം കൊണ്ട് താൻ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കണ്ട് ഏതാണ്ട് എല്ലാ പടങ്ങളും ഒരേപോലെയാണെന്ന് വരെ അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് അല്ലെ? ഉൽപ്പന്നങ്ങളുടെ ആധിക്യം, ഉൽപ്പന്നങ്ങളുടെ പ്രളയം, അതില് തന്നെ ഇല്ലാതായി പോകും, താൻ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ താൻ തന്നെ ചുറ്റുപാടിനെ മറക്കുന്ന, തനിക്ക് വേണ്ടത് എന്താണെന്ന് മറക്കുന്ന. നമുക്ക് പലപ്പോഴും അറിയാം, കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താവശ്യത്തിനാണോ പോകുന്നത്, പലപ്പോഴും നമ്മൾ അതിലധികം സാധനങ്ങളായിരിക്കും വാങ്ങിക്കുന്നത് വിപണിയിൽ നിന്ന്, അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യമെന്ന് നമ്മൾ കരുതിയത് വാങ്ങിക്കാതിരിക്കുകയും അത്ര അത്യാവശ്യമില്ലാത്ത പലതും വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു തന്ത്രം അതിൽ പലപ്പോഴും നമ്മൾ വീണു പോകാറുണ്ട്. സന്ധ്യയായപ്പോൾ 16-ാമത്തെ കടയിൽ നിന്ന് വെറും കയ്യുമായി ദിവാകരൻ ഇറങ്ങി. 1ഉം 2ഉമല്ല, 16 കടകളിലാണ് ഇതിനോടകം കയറിയത്. അയാൾക്ക് നന്നേ ക്ഷീണം തോന്നി. അതുവഴി കടന്നുപോയ ഒരു വഴിയാത്രക്കാരനെ വിളിച്ചു നിർത്തി അയാൾ ചോദിച്ചു, ഈ തെരുവിൽ എത്ര കടകളുണ്ട്? ഇപ്പൊ തന്നെ 16 കട കയറി ഇറങ്ങിക്കഴിഞ്ഞു. എനിക്കറിയില്ല, ആരും കണക്കെടുത്തിട്ടില്ലെന്ന് മാത്രം അറിയാം. അയാൾ പറഞ്ഞു, 1000-കണക്കിനുണ്ടാകണം. അത് വല്ലാത്തൊരു ഭയപ്പാടുണ്ടാക്കുന്ന ഒരു മറുപടിയായിരുന്നു അല്ലെ? ദിവാകരൻ അമ്പരന്നു പോയി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ 16 കടയിലാണ് കയറി കഴിഞ്ഞത്. അപ്പോൾ തന്നെ അയാൾ അവശനായി. ഇനിയും 1000-കണക്കിന് കടയുണ്ടെന്ന് പറയുമ്പോൾ ഇനി എത്രയോ കടകൾ താണ്ടാനുണ്ട്. അയാൾ അമ്പരന്നു പോയി. ഇനി എത്രയെത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നത് എന്ന് അയാൾ അത്ഭുതപ്പെടുകയായിരുന്നു. എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല. രാത്രി ആയതോടെ തെരുവിൽ വിളക്കുകൾ തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും അവനവന്റെ കട കഴിയുന്നത്ര ഭാവനാപൂർണമായി വെളിച്ചം കൊണ്ട് നിറയ്ക്കാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ദിവാകരൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ദിവാകരൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇരുട്ടായപ്പോഴേക്കും എല്ലായിടത്തും വിളക്കുകൾ തെളിഞ്ഞു. അപ്പോൾ ഓരോ കടയും അത്യന്തം മനോഹരമാക്കി വയ്ക്കുക എന്നുള്ളത് കടക്കാരന്റെ ആവശ്യമാണല്ലോ. അത് അങ്ങനെ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഭാവനാപൂർണമായി അതിനെ മനോഹരമാക്കിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും 2-3 കടകൾ കൂടി പിന്നിട്ടതോ കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചത്തിനു പിന്നിൽ ഒരു ചതിവുണ്ട് എന്ന് ദിവാകരന് മനസ്സിലായത്. ദീപാലങ്കാരങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നെങ്കിലും ഛായാപടങ്ങൾ സൂക്ഷിക്കുന്ന മുറികളിലെ വെട്ടത്തിന് ഏതാണ്ട് ഒരേ സ്വഭാവമാണുള്ളതെന്ന് അയാൾക്ക് തോന്നി. ഒരേ തരം പ്രകാശം. ആ ധാരാളിത്തത്തിൽ മുഖങ്ങൾക്കും ഏകാന്തത വീണിരിക്കുന്നു. ഇതാണ് ഞെട്ടലോടുകൂടി ദിവാകരൻ തിരിച്ചറിഞ്ഞ കാര്യം. അതായത് എല്ലാ കടകളും മനോഹരമാക്കിയിട്ടുണ്ട്, വളരെ നല്ല വെളിച്ചമൊക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ പടങ്ങൾ വെച്ചിരിക്കുന്ന മുറികളിലെ വെളിച്ചം എല്ലാ കടകളിലേതും ഏതാണ്ട് ഒരേപോലെ ആയിരുന്നു എന്നാണ് അയാൾ തിരിച്ചറിയുന്നത്. അതായത് ഒരേതരം പ്രകാശമാണ് ആ മുറികളിലുള്ളത്. അതിന്റെ ധാരാളിത്തത്തിൽ ഏതാണ്ട് എല്ലാ പടങ്ങളും ഏതാണ്ട് ഒരേപോലെ കാണുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലെ? ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ദിവാകരൻ എന്നാണ് നമ്മുടെ കഥാപാത്രത്തിന്റെ പേര്. ദിവാകരൻ എന്ന് പറഞ്ഞ സൂര്യൻ, എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നതാണ് സൂര്യൻ അല്ലെ? ആ സൂര്യന്റെ പേരുള്ള ദിവാകരൻ ഇവിടെ വഞ്ചനയുടെ കിരണങ്ങൾ ഏറ്റ് തളർന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വഞ്ചന എന്ന് പറയുന്നത് ഈ പ്രകാശത്തിന്റെ വഞ്ചനയാണ്. ധാരാളിത്തമുള്ള പ്രകാശം കൊണ്ട് ആ മുറികളെ നിറയ്ക്കുകയും ഏതാണ്ട് പടങ്ങൾ ഒരുപോലെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥ.
രാത്രി കനത്തു. ദിവാകരൻ പിൻവാങ്ങിയില്ല. പ്രകാശത്തിന്റെ കബളിപ്പിക്കലിനെ അതിജീവിച്ചും ആവശ്യമുള്ള ചിത്രങ്ങൾ തന്നെ കൈക്കലാക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ എനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ തന്നെ കണ്ടുപിടിക്കുമെന്നൊരു തീരുമാനം ദിവാകരൻ എടുത്തു. ഒരു ഭയം മാത്രമാണ് അപ്പോഴും അയാളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നത്. ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശ്ശെ മറന്നു തുടങ്ങിയിരുന്നു. അച്ഛനമ്മമാരുടെ ചിത്രങ്ങൾ തേടിയാണ് അയാൾ തെരുവിലെത്തിയത്. പക്ഷേ ഇപ്പോൾ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചിത്രങ്ങൾ അയാൾ കണ്ടു കഴിഞ്ഞു. പല കടകളിലും അയാൾ കയറി ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങളുടെ മുഖം മറന്നു പോകുന്ന ഒരവസ്ഥ അയാൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഒരു തരം ഭ്രമം എന്ന അവസ്ഥയിലേക്ക് അയാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവസാനം കയറിയ കടയിൽ നിന്ന് ഇതാ എൻ്റെ അച്ഛൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധന്റെ പടം വാരി വലിച്ചെടുക്കാൻ തുടങ്ങിയ സംഭവം അയാളുടെ ആത്മവിശ്വാസം ചെറുതായി ഉലച്ചു. തൻ്റെ മാതാപിതാക്കളെ ചിത്രങ്ങൾ കണ്ടുപിടിക്കാൻ തനിക്ക് കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി വന്ന ദിവാകരന് അവസാനം സംഭവിച്ചിരിക്കുന്ന എന്താണ്? ഏതോ ഒരു വൃദ്ധന്റെ ചിത്രം കണ്ടിട്ട് അയാൾ ഓടിപ്പോയി അത് എടുത്ത് ഇതാ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അത് അയാളുടെ ആത്മവിശ്വാസം കുറച്ചൊന്ന് കെടുത്താനിടയായി. പാതിരാവായി ദിവാകരൻ നന്നേ തളർന്ന് അവശനായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ദിവാകരൻ വഞ്ചനയുടെ അല്ലെങ്കിൽ കാപട്യത്തിന്റെ കബളിപ്പിക്കലിന്റെ കിരണങ്ങളേറ്റ് വാടിയ ഒരു ദിവാകരനായി മാറി. സമയകാല നിർണയങ്ങളെ ഒക്കെ അപ്രസക്തമാക്കുന്ന വെളിച്ചമാണ് അവിടെ മുഴുവൻ നിറഞ്ഞിരുന്നത്. ഈ കടകൾ അടയ്ക്കാറില്ലേ? ഒരു പുതിയ കടയിലേക്ക് കയറിക്കൊണ്ട് അയാൾ അന്വേഷിച്ചു. ഇല്ലല്ലോ, കടക്കാരൻ പറഞ്ഞു, ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന ഭേദമില്ല. ഇവിടെയാണ് ആ കാലനിർണയങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രിയും പകലൊന്നും ഭേദമില്ല, എപ്പോഴും വെളിച്ചം. ആ ഒരു അവസ്ഥ അത് കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ തന്നെയാണ്. ആ മറുപടി അയാളെ കൂടുതൽ തളർത്തി. ഒരിടവേള കിട്ടിയിരുന്നെങ്കിൽ എന്ന അയാൾക്ക് ആഗ്രഹം തോന്നി. പടങ്ങൾ നോക്കി നോക്കി അയാളുടെ കൺപോളകൾക്ക് കനം വെച്ചിരുന്നു. എത്രയോ നേരമായി ഒരു പകൽ മുഴുവൻ അയാൾ അന്വേഷിക്കായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് രാത്രി പിന്നിടുകയാണ്. പുതിയൊരു പടത്തിലേക്ക് മിഴിയുമ്പോഴേക്കും കണ്ണിൽ നിന്ന് ചാടുന്ന അവസ്ഥ, കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറിയുടെ കണ്ണുകളൊക്കെ വേദനിക്കാൻ തുടങ്ങി. നിങ്ങൾ ആകെ അവശനായിരിക്കുന്നു, കടക്കാരൻ ദിവാകരന്റെ തോളിൽ തട്ടി പറഞ്ഞു. വിശ്രമിക്കൂ, പുലർന്നിട്ട് തിരിച്ചൽ തുടരാം. രാത്രി മുഴുവനും തിരയണമെന്നില്ല അല്ലേ? നേരം വെളുത്താലും കട ഇവിടെയുണ്ട്, പടങ്ങളും ഇവിടെയുണ്ട്, അതുകൊണ്ട് രാവിലെ തിരച്ചിൽ തുടരാം എന്ന് പറഞ്ഞു. എനിക്ക് ക്ഷീണമൊന്നുമില്ല. ദിവാകരൻ ഉന്മേഷം നടിച്ചു. ശരിക്കും ഉന്മേഷമില്ല, തളർന്നിരിക്കുകയാണെങ്കിലും ഉന്മേഷം നടിച്ചു. ഞാൻ എൻ്റെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയട്ടെ. അപ്പോൾ ഒരു എന്താണ് ഒടുങ്ങാത്ത ഒരു അന്വേഷണത്തിലാണ് അയാൾ. പുതിയൊരു ഉത്സാഹത്തോടെ അയാൾ കടയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. അസംഖ്യം ചിത്രങ്ങളുടെ നിരയ്ക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെയും ദിവാകരൻ പകച്ചു നിന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും തളർന്ന് ഇരിക്കുകയാണ് ദിവാകരൻ. എവിടെയാണ് തൻ്റെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ അവ എവിടെ നിന്നാണ് തനിക്ക് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് യാതൊരു പിടിയുമില്ല. അസംഖ്യം, അതായത് സംഖ്യയില്ലാത്തത്ര, എണ്ണാൻ പറ്റാത്തത്ര ചിത്രങ്ങളുടെ നിരയ്ക്ക് മുന്നിൽ അയാൾ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. തല കറങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. എനിക്കൊരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല, കണ്ടാൽ പോലും അവയെ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല, അയാൾ സ്വയം പിറുപിറുത്തു. അപ്പൊ എൻ്റെ ചിത്രങ്ങൾ എനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ഞാൻ തേടിയെടുക്കുമെന്ന് പറഞ്ഞ പ്രതിജ്ഞ എടുത്തു വന്ന ദിവാകരൻ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അയാൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അപ്പൊ ഈ ചിത്രങ്ങൾക്കൊക്കെ തമ്മിൽ ഒരു സാദൃശ്യമുള്ളതായിട്ട് അയാൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ അയാൾ തിരിച്ചറിയുകയാണ് തനിക്ക് ഒരിക്കലും വേണ്ട ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല. കാരണം അവയെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ കൂടി കഴിയുകയില്ല. അയാൾ സ്വയം പിറുപിറുത്തു. ഈ സമുദ്രത്തിൽ നിന്ന്, അതായത് ചിത്രങ്ങളുടെ ഒരു സമുദ്രമാണ് അയാളുടെ മുന്നിലുള്ളത്. ആ സമുദ്രത്തിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പതുക്കെ പതുക്കെ അയാൾ തിരിച്ചറിയുകയാണ്. അപ്പോഴേക്കും കടയ്ക്കുള്ളിലേക്ക് 2 കൊച്ചുകുട്ടികൾ കടന്നു വന്നു. 6ഉം 7ഉം വയസ്സായ 2 ആൺകുട്ടികൾ. അവരുടെ ചൊടിയുള്ള കാലടി ശബ്ദം ആ സമയത്ത് ദിവാകരനെ ഭയപ്പെടുത്തി. അയാൾ ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു. അപ്പൊ അവിടെ ഈ ഛായാചിത്രങ്ങൾ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഈ 2 കുട്ടികൾ അവിടേക്ക് കടന്നു വരികയാണ്. 6ഉം 7ഉം വയസ്സായ 2 ചൊടിയുള്ള ആൺകുട്ടികള്. അവരുടെ ശബ്ദം കേട്ടപ്പോൾ ദിവാകരന് ഭയം തോന്നി. ആരോ കടന്നു വരുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു? അയാൾ ഒരു മൂലയിലേക്ക് മാറിയിട്ട് ഭിത്തിയിൽ ചാരി നിന്നു. ആ കുട്ടികൾ പോയി കഴിഞ്ഞ് തിരച്ചിൽ തുടരാം എന്ന് വിചാരിച്ചു. പുറത്ത് തെരുവിൽ വെളുപ്പാൻ കാലമാകുന്നത് ദിവാകരൻ കണ്ടു. പതുക്കെ പ്രകാശം ഉദിച്ചു വരും, സൂര്യൻ ഉദിച്ചു വരുന്നു, വെളുപ്പാൻ കാലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കി. പടങ്ങൾ നോക്കി നോക്കി കുട്ടികൾ അയാൾ നിൽക്കുന്നിടത്തെത്തി. അപ്പൊ കുട്ടികളും ഏതോ ചിത്രം തിരഞ്ഞാണ് വന്നിരിക്കുന്നത്. അവർ പടം ഇങ്ങനെ നോക്കി നോക്കി വരികയാണ്. അവസാനം ദിവാകരൻ നിൽക്കുന്ന ഇടത്തിലെത്തി. ദിവാകരനെ കണ്ട് അവർ നിന്നു. അവരുടെ കണ്ണുകൾ അയാളുടെ തുറന്ന കൺപോളകളിൽ തറച്ചു.
അവരുടെ തിരച്ചിൽ തൻ്റെ മുൻപിൽ ഒടുങ്ങുന്നു എന്ന് ദിവാകരൻ ഭയപ്പാടോടെ അറിഞ്ഞു. വല്ലാത്തൊരു ഞെട്ടലായിരുന്നു അല്ലേ. കുട്ടികൾ ചിത്രം തിരഞ്ഞു വരികയാണ്. ഒടുവിൽ ഭിത്തിയോട് ചേർന്ന് ചാരി നിൽക്കുന്ന, കണ്ണു തുറന്നു നിൽക്കുന്ന ദിവാകരനെ അവർ കണ്ടു. അവരുടെ കണ്ണുകൾ ദിവാകരൻ്റെ തുറന്ന കൺപോളകളിൽ തറച്ചു. അവരുടെ തിരച്ചിൽ തൻ്റെ മുൻപിൽ അവസാനിക്കുന്നു. അതായത് അവര് തേടി വന്ന ആളെ കണ്ടെത്തിയതുപോലെ അവരുടെ തിരച്ചിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ അവർ തേടി വന്ന ഛായാചിത്രം കണ്ടെത്തിയതുപോലെ അവർ ദിവാകരന്റെ മുൻപിൽ വന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുന്നു. അത് ഭയപ്പാടോടുകൂടിയാണ്, വല്ലാത്ത ഞെട്ടലോടുകൂടിയാണ് ദിവാകരൻ അത് തിരിച്ചറിയുന്നത്. നോക്കി നിൽക്കെ കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിശബ്ദമായി അവർ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടു നിൽക്കുക വിഷമമായിരുന്നെങ്കിലും എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലായിരുന്നതുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നു. അപ്പൊ 6-7 വയസ്സായ കൊച്ചു കുട്ടികളാണ്. അവരുടെ ആരുടെയോ ചിത്രം തിരഞ്ഞു വന്നതാണ്. ആ തിരച്ചിലൊടുവിൽ ദിവാകരന് മുൻപിൽ വന്ന് അവസാനിക്കുന്നു. അവര് ആ ദിവാകരനെ കണ്ട് കരയുകയാണ്. അപ്പോൾ അവരുടെ ആ കരച്ചിൽ കണ്ടു നിൽക്കുക ദിവാകരനും കുറച്ച് വിഷമമുള്ള കാര്യമായിരുന്നെങ്കിലും അയാൾ ചലനമില്ലാതെ അവിടെ തന്നെ നിന്നു. അപ്പോൾ ആ മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവാണ് അവിടെ. ഈ ദിവാകരൻ ചിത്രങ്ങൾ അന്വേഷിച്ച് വന്നവനാണ് എങ്കിൽ പോലും ഇപ്പോൾ നിശ്ചലനായി ഭിത്തിയിൽ ചാരി നിൽക്കുന്ന അയാളുടെ മുൻപിൽ 2 കൊച്ചു കുട്ടികളാണ്. അവരുടെ ആരുടെയോ ചിത്രം തിരഞ്ഞു വന്ന കുട്ടികൾ. ഏറെ നേരത്തെ കരച്ചിലിന് ശേഷം അവർ കടക്കാരനെ അകത്തേക്ക് വിളിച്ചു. അപ്പം അവര് അത്ര ആത്മബന്ധമുള്ള ആരെയോ ആണ് അവർ തിരഞ്ഞു വന്നതെന്ന് നമുക്ക് വ്യക്തമാണ് അല്ലെ. ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. വല്ലാത്ത ഒരു ഏങ്ങലടിക്ക് ഇടയിൽ അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ചിത്രമാണ് ഞങ്ങൾ തിരഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ആ തിരച്ചിൽ അവിടെ അവസാനിപ്പിക്കുകയും അവിടെ നിന്ന് ഏറെ നേരം കരയുകയും ചെയ്തത്. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു തലത്തിലെത്തുമ്പോൾ അല്ലെ, ഫാന്റസിയുടെ ഒരു തലത്തിലേക്ക് ഇത് എത്തിച്ചേരുകയാണ്. മരിച്ചവരുടെ, നമുക്കറിയാം കട എന്ന് പറയുന്നത് മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന കടയാണ്. അവിടെ മറ്റൊരു ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ആ ജീവിച്ചിരിക്കുന്നവർക്ക് അവിടെ അസ്തിത്വമേ ഇല്ല അല്ലെ, അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഇതിനകത്ത് ഉണ്ടാവുക എന്നൊരവസ്ഥയും അവിടെ ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ തന്നെ അസ്തിത്വം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ദിവാകരൻ മാറുന്നത്. നാം തന്നെ നമുക്ക് അപരിചിതരായി മാറുന്ന ഒരു അവസ്ഥ, ഒരു അവകാശത്തിന്റെ പ്രശ്നമായി മാറുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് അറിയാവുന്നതുപോലെ ആധുനികമായ വിപണിയിൽ നാം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കഥാന്ത്യത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. ഒരു ഭ്രമാത്മകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. കാരണം അതൊരു ഛായാചിത്രമായി മാറിയിരിക്കുന്നു. കാരണം മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത് അല്ലെ. എന്തിനേയും ഏതിനേയും കച്ചവട ചരക്കാക്കാൻ വ്യഗ്രത കാട്ടുന്ന ഒരു വിപണിയുടെ ഒരു അവസ്ഥയും കൂടി നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. പണം മാത്രമാണ് വിപണിയിൽ മൂല്യവത്തായിട്ടുള്ളത്, ബാക്കി ഒന്നിനും മൂല്യമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് ആധുനിക ലോകത്തെ വിപണിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ. ഒരു ഉൽപ്പന്നം തേടി പോകുന്ന ഒരു വ്യക്തി ഒടുവിൽ ഒരു ഉൽപ്പന്നമായി മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഈ കഥാന്ത്യത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. പത്മരാജന്റെ കഥകൾ സമ്പൂർണം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കഥ. നമുക്ക് കഥാകാരനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. മലയാള കഥയിൽ ആധുനികതയുടെ വരവ് അറിയിച്ചവയിൽ പ്രധാനിയാണ് പി പത്മരാജൻ. ശമപ്രധാനമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളുടെ നിസ്സംഗമായ ശബ്ദം എന്ന് പത്മരാജന്റെ കഥകളെ വിശേഷിപ്പിക്കാറുണ്ട്. ജീവിതത്തിന്റെ വിരസതയും വരണ്ട സ്വഭാവവും ആവിഷ്കരിക്കാൻ ഭാഷയിൽ പാരുഷ്യത്തിന്റെ സിംഫണി കണ്ടെത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്താണ് അദ്ദേഹം ജനിച്ചത്. ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിരകളിൽ ശ്രദ്ധേയനാണ്. പത്മരാജന്റെ കഥകൾ പ്രഹേളിക, മറ്റുള്ളവരുടെ വേനൽ, അപരൻ, പുകക്കണ്ണട, കരിയിലക്കാറ്റ് പോലെ ഇവയാണ് അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങൾ. പ്രതിമയും രാജകുമാരിയും, നക്ഷത്രങ്ങളെ കാവൽ ഇവയാണ് നോവലുകൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, തിരക്കഥാ രചനയ്ക്ക് 4 തവണ സംസ്ഥാന അവാർഡ്, ദേശീയ തലത്തിൽ രജതകമലം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഈ കഥയുടെ വിശദീകരണം അവസാനിക്കുകയാണ്. അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.